നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടുമ്പോഴോ വല്ലാത്തൊരു സങ്കടം തോന്നുമ്പോഴോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത്? അത് കണ്ടെത്താൻ നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്താലോ? എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് വലിയൊരു മാറ്റം വേണമെന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഭയപ്പെടുന്നത്? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ തന്നെയുണ്ട്. അത് പുറത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടാരോട്ട് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായൊരു പരീക്ഷണമാണ്. ഒരു സൈക്കോളജിക്കൽ ടാരോട്ട് ടെസ്റ്റ്. ടാരോട്ട് കാർഡുകളെ വെറും പ്രവചനമായി കാണാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകളെ പുറത്തുകൊണ്ടുവരാനുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക. മുന്നിലുള്ള 3 കാർഡുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പ് 1, ദ ഹീലർ അല്ലെങ്കിൽ ദ ഇന്നർ ചൈൽഡ്. നിങ്ങൾ 1ാമത്തെ ഗ്രൂപ്പാണ് തെരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നാളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭാരമുണ്ടോ? ഒരുപക്ഷെ കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ടും പറയാൻ പറ്റാതെ പോയ വാക്കുകൾ, ഇതൊക്കെ നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്ന ഒരാളാണെന്നാണ്. വീട്ടിലാരുടെ കാര്യം, സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ, ജോലിയിലെ ടെൻഷൻ, ഇതിനൊക്കെയിടയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയിരിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതുപോലെ തോന്നുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടി അഥവാ ഇന്നർ ചൈൽഡ് ഇപ്പോൾ തളർന്നിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ്. നിങ്ങളുടെ മനസ്സിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതാണ്: മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നതൊന്ന് നിർത്തി കുറച്ചു സമയം നിനക്ക് വേണ്ടി മാറ്റിവെക്കൂ. പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്താൻ സമയമായി. കഴിഞ്ഞുപോയത് കഴിഞ്ഞു. ആ മുറിവുകൾ ഉണങ്ങാൻ നിങ്ങൾ തന്നെ മനസ്സിനെ അനുവദിക്കണം. ഒരുപക്ഷെ നിങ്ങളൊരു ബ്രേക്ക് അർഹിക്കുന്നുണ്ടാകാം. അത് യാത്രയാവാം, പ്രിയപ്പെട്ടവരോടുള്ള സംസാരമാവാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കലാവാം. ഇതൊന്ന് മറികടക്കാൻ നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം. സൈക്കോളജിയിൽ ഇതിനെ ജേർണലിംഗ് എന്ന് പറയും. വലിയ കാര്യമൊന്നുമില്ല. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരു ഡയറിയോ പേപ്പറോ എടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടം, ദേഷ്യം, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ അത് പേപ്പറിൽ എഴുതിവെക്കുക. ആരും കാണില്ല എന്ന ധൈര്യത്തോടെ മനസ്സ് തുറന്നെഴുതുക. നിങ്ങളുടെ വികാരങ്ങൾ ആ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നിങ്ങൾ എത്രത്തോളം ശക്തനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് മുൻപ് നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങൂ. അതാണിപ്പോൾ നിങ്ങളുടെ മനസ്സിനു വേണ്ട ഏറ്റവും വലിയ മരുന്ന്. ഇനി നമുക്ക് 2ാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം. നിങ്ങൾ ഈ കാർഡാണ് തെരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നന്നായി അറിയാം എന്തോ ഒന്ന് ചെയ്യാനുണ്ട്, എവിടെയോ എത്താനുണ്ടെന്ന്. പക്ഷെ എവിടെ തുടങ്ങിയാൽ ശരിയാവുമോ എന്നൊക്കെയുള്ള ചെറിയൊരു പേടി നിങ്ങളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ടല്ലേ? ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ്. അതായത് ഉള്ള സാഹചര്യം അത്ര മികച്ചതല്ലെങ്കിലും അതിൽ നിന്ന് മാറി പുതിയ ഒന്ന് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ഇതിപ്പോ ഇങ്ങനെ പൊക്കോട്ടെ, പുതിയത് വല്ലതും പരീക്ഷിച്ച് പാളിപ്പോയാലോ എന്ന ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ചിറകുകൾ വിടർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിപ്പോൾ ഉറക്കെ പറയുന്നത് ഇതാണ്: പേടി മാറ്റിവെച്ച് മുന്നോട്ട് കുതിക്കൂ. റിസ്ക് എടുക്കാൻ ഭയപ്പെടേണ്ട സമയമല്ല ഇത്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മനസ്സിനറിയാം നിങ്ങൾ ഇതൊക്കെയോ അതിലപ്പുറമോ ചെയ്യാൻ പ്രാപ്തനാണെന്ന്. മാറ്റങ്ങൾ എപ്പോഴും ആദ്യം കുറച്ച് പ്രയാസമായി തോന്നും, പക്ഷെ ആ മാറ്റമാണ് നിങ്ങളെ പുതിയൊരു ഉയരത്തിലെത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ചെറിയ ധൈര്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതൊന്ന് പ്രായോഗികമാക്കാൻ നമുക്കൊരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉപയോഗിക്കാം. ഇതിനെ മൈക്രോ ഗോൾസ് എന്ന് പറയും.
നമ്മളൊരു വലിയ ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായും പേടി തോന്നും. അതുകൊണ്ട് ആ വലിയ ലക്ഷ്യത്തെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായി മുറിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം അതിന്റെ പേര് മാത്രം ചിന്തിക്കുക. രണ്ടാം ദിവസം അതിനെക്കുറിച്ച് ഒരാളോട് സംസാരിക്കുക. ഇങ്ങനെ ഓരോ ചെറിയ പടികൾ കയറുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. മനസ്സിന് തോന്നും ഇതൊക്കെ സിമ്പിളാണ് എന്ന്. ഓർക്കുക, കടൽ ശാന്തമായിരുന്നാൽ ഒരിക്കലും ഒരു മികച്ച കപ്പിത്താനുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഈ തിരമാലകളെ ധൈര്യത്തോടെ നേരിടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിജയം തൊട്ടടുത്ത് തന്നെയുണ്ട്. അവസാനമായി നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ്. നിങ്ങൾ ഈ കാർഡാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളിപ്പോൾ തിരയുന്നത് ഒരേ ഒരു കാര്യമാണ്: വ്യക്തത. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം. ഒന്നിനും ഒരു വ്യക്തതയില്ലാത്തതുപോലെ. ആരെ വിശ്വസിക്കണം, ഏതു വഴിക്ക് പോകണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ? ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടാകാം. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ നിങ്ങളെ തളർത്തുന്നുണ്ടാകാം. സത്യം പറഞ്ഞാൽ നിങ്ങളെ മാനസികമായി തളർത്തുന്ന ചില ബന്ധങ്ങളോ സാഹചര്യങ്ങളോ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അത് മുറിച്ചുമാറ്റാൻ സമയമായി എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് നിങ്ങളെ തടയുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളതിതാണ്: നിന്റെ ഉൾവിളി കേൾക്കൂ, മറ്റുള്ളവരുടെ ശബ്ദങ്ങളല്ല. നമുക്കെല്ലാവർക്കും ഒരു ഇൻറ്റ്യൂഷനുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ശരിയല്ല എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കാറില്ലേ? അതാണ് നിങ്ങളുടെ സത്യം. ലോകം മുഴുവൻ ഒരു കാര്യം പറഞ്ഞാലും നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് തെറ്റാണെന്നാണെങ്കിൽ അത് വിശ്വസിക്കുക. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സത്യസന്ധത പണയപ്പെടുത്തരുത്. ഈ കൺഫ്യൂഷനുകൾക്കിടയിൽ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയ സൈക്കോളജി ടിപ്പ് പറഞ്ഞുതരാം. ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ പരീക്ഷിക്കുക. വലിയ ഹിമാലയത്തിൽ പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫോണും മറ്റു ബഹളങ്ങളും മാറ്റിവെച്ച് ശാന്തമായി ഒരിടത്തിരിക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ പുറത്തുനിന്നുള്ള ബഹളങ്ങൾ കുറയും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റും. ആ ശബ്ദമാണ് നിങ്ങളുടെ ശരിയായ വഴികാട്ടി. നിങ്ങളുടെ സത്യം കണ്ടെത്തുക, അതിൽ ഉറച്ചു നിൽക്കുക. അത് ചിലപ്പോൾ ചിലരെ വേദനിപ്പിച്ചേക്കാം, പക്ഷെ നിങ്ങളുടെ സമാധാനത്തേക്കാൾ വലുതല്ല മറ്റൊന്നും. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകളിൽ ഏതാണ് നിങ്ങളുമായി കൂടുതൽ ചേർന്നു നിൽക്കുന്നത്? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇതെത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു വലിയ അത്ഭുതമാണ്. അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറായാൽ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സൈക്കോളജിക്കൽ വിഷയങ്ങൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.